എൻ്റെ പേര് അജീഷ്. ഞാൻ ഇവിടെ പാലപ്പുറത്ത് ഒരു സോഫ കട നടത്താം, ഇമ്പീരിയൽ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോ 4-4.5 കൊല്ലാവറായി. ഞാൻ ആദ്യം സൗദിയിലായിരുന്നു വർക്ക് ചെയ്തായിരുന്നു. അത് റിക്ക് ഫീൽഡായിരുന്നു. പിന്നെ നാട്ടിലേക്ക് വന്ന് കുറച്ച് നിന്ന് കുറച്ച് വർക്ക് ചെയ്തു. പിന്നെ ആക്സിഡൻ്റ് ഒക്കെ പറ്റി. പിന്നെ ഫീൽഡ് ഞാൻ മാറി, ഒരു ഫർണിച്ചർ ഷോപ്പ് തുടങ്ങി ഇവിടെ പാലപ്പുറത്ത് തന്നെ. പക്ഷെ അതങ്ങോട്ട് വല്ലാതെ ക്ലിക്കായില്ല. അതിന് ശേഷം പിന്നെ ഞാൻ ഈ വർക്കിലോട്ട് മാറിയത്, ഒരു റീവർക്കിൻ്റെ ഫീൽഡിലോട്ട് മാറിയത്. അപ്പോൾ ഒരാളുടെ ഈ ഇടയ്ക്ക് ഷോപ്പ് തുടങ്ങി. ആ സമയത്ത് ഒരാൾ വർക്കിന് നിർത്തി, അയാളുടെ കൂടെ ഒന്ന് കണ്ടുപിടിച്ചാണ്. ഇപ്പം ചെയ്യണത്, നമ്മൾ സോഫ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് അളവെടുത്തിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ ഇപ്പോൾ അളവെടുക്കുക, അവരെ ഡിസൈൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. എടുത്തു കൊടുത്തിട്ട് നമ്മൾ റീവർക്ക് ചെയ്യും. അവർ പറഞ്ഞാൽ അവർക്ക് അഫോർഡബിൾ റേറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കും. റേറ്റ് ഓവറാവാതെ പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന മെയിനായിട്ട് കർട്ടൻ വർക്കുകളാണ്. കർട്ടൻ, തുണി കർട്ടൻ, പിന്നെ ബ്ലൈൻസ് നമ്മളിവിടെ ചെയ്യുന്നതല്ല, നമ്മൾ അളവെടുത്തിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുന്നതാണ്. നമ്മൾ കൊണ്ട് ചെക്ക് ചെയ്ത് കൊടുക്കും വർക്ക് ചെയ്തിട്ട്. അത് നമ്മൾ സർവീസ് ചാർജ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. പിന്നെ ക്ലോത്ത് കർട്ടനാണ്. അത് അവരുടെ ഡിസൈൻ, നമ്മൾ ചെയ്യുന്ന ഡിസൈനിലും ക്ലോത്തെല്ലാം കാണിച്ചു കൊടുത്ത് ആ ഫാബ്രിക് നമ്മൾ എടുത്ത് അതിലടിച്ചു കൊടുക്കുന്നതാണ്. ക്ലോത്ത് പല ടൈപ്പ് ഉണ്ട്. റേറ്റ് കുറവിൻ്റെ ഉണ്ട്, കൂടിയതുണ്ട്. റെക്സി മോഡലിന് കുറേ ടൈപ്പ് വരുന്നുണ്ട്. കുറഞ്ഞതിന് റേറ്റ് കുറവിൻ്റെ കുറേ ടൈപ്പ് ക്ലോത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാറ്റലോഗ് കൊണ്ട് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരെ കാണിക്കും. അവർക്ക് ഇഷ്ടമായ ക്ലോത്ത് സെലക്ട് ചെയ്തിട്ട് റേറ്റിൽ നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. ക്ലോത്ത് ആണ് നമ്മൾ ബൈൻസൊക്കെ സ്ക്വയർ ഫീറ്റിലാണ് പറയുന്നത്. പിന്നെ സോഫ വർക്ക് ചെയ്യുന്ന നമ്മൾ സ്ക്വയർ ഫീറ്റ് അല്ല, അതിന്റെ ഡിസൈൻ നോക്കിയിട്ട് പിന്നെ അതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളും നോക്കിയിട്ട് റേറ്റ് പറയുക. പിന്നെ ചെയ്യാൻ സീറ്റ് കണക്ക് പറയും. ചില ഒക്കെ സീറ്റ് കണക്കിൽ റേറ്റ് പറഞ്ഞ് മേടിക്കാറുണ്ട്, നല്ല വലിയ വർക്കൊക്കെ വരുമ്പോൾ. കാരണം നമ്മൾ ഓരോ വിൻഡോ കണക്കാണ് കർട്ടൻ ചെയ്യുന്നത്. നമ്മൾ കുറവിന് ചെയ്യും, കൂടുകയും ചെയ്യും. പിന്നെ ഫിക്സഡ് റേറ്റ് ആയിട്ട് വെക്കുന്നില്ല. പിന്നെ ഫർണിച്ചേഴ്സിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുതിയ ഫർണിച്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ കട്ടിലാണെങ്കിലും. പിന്നെ ബെഡുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡൈനിങ് ടേബിള്, ചെയറുകൾ, അങ്ങനത്തെ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഷൻ വർക്ക് എല്ലാം ചേർന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഏരിയയും വരുന്നുണ്ട്, ലോങ്ങും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ആപ്പുള്ള ഒറ്റപ്പാലത്താണ്, അത് തൃശ്ശൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് കോയമ്പത്തൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ പരിചയപ്പെട്ടും അറിഞ്ഞു പോകുന്നവരൊക്കെ ചെയ്ത വർക്ക് അവരെ വീട്ടിൽ പറഞ്ഞിട്ടൊക്കെ ഓരോ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു വർക്ക് കൊടുത്ത് ഞാൻ വീട്ടിൽ തന്നെ വേറെ ടീമുകൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോ ഈ ഒറ്റപ്പാലത്ത് തന്നെ ഒരു വീട്ടിൽ ചെയ്ത് കൊടുത്തിട്ട് അവരെ നമുക്ക് 7 വീടുകളും കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ ഫാമിലിയുടെ അവരുടെ സംസാരത്തിൽ അവരുടെ വീട്ടുകാരുടെ ബന്ധങ്ങളിലൊക്കെ വന്ന വർക്കുകളാണ്. പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവർ റേറ്റ് മേടിക്കുന്നില്ല, അവർക്ക് താങ്ങാവുന്ന റേറ്റ് മേടിക്കുന്നുള്ളൂ. നമ്മൾ സാധനങ്ങളുടെ റേറ്റ് കൂട്ടിയിട്ട് നമുക്ക് ചെറിയൊരു കൂലി പൈസ കൂട്ടി അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ല റേറ്റ് ഓവറായി പറഞ്ഞ് ചെയ്യുന്ന വർക്കല്ല. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. ആൾക്കാർ വരുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഈ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ഈ തെറ്റില്ലാത്ത രീതിയിൽ ചെറിയ ഒരു 400, 5 രൂപ, 5000 രൂപ ആ റേഞ്ചിലൊക്കെ സോഫ അടിച്ചു കൊടുക്കുന്നുണ്ട്. പുതിയ സോഫ അടിച്ചു കൊടുക്കുന്നുണ്ട് 3 സീറ്റ് ലെവലിലായിട്ട്. അത് നല്ല, അതും സ്പ്രിങ്ങിൽ അടിക്കുന്നത്, ബെൽറ്റിലല്ല. സാധാരണ ഷോപ്പുകളിൽ കാണുന്ന ബെൽറ്റിലായിരിക്കും മറ്റേ ആ റേഞ്ചിൽ അടിച്ചു കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് സ്പ്രിങ്ങിലാണ്. സ്പ്രിങ്ങിൽ ജൂട്ടിന്റെ ക്ലോത്തിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ആ റേഞ്ചിൽ ഏകദേശം 5000 രൂപ റേഞ്ചിലാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. പിന്നെ കോർണർ വേണമെങ്കിൽ നമുക്ക് ആ റേഞ്ചിൽ അടിച്ചു കൊടുക്കാൻ പറ്റും. ഒരു 10 രൂപ റേഞ്ചിലൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഗ്യാരണ്ടി ഒന്നും നമുക്ക് അതിൽ പറയാൻ പറ്റില്ല. ആ ക്ലോത്തുകളിൽ നമുക്ക് ജസ്റ്റ് ഞാനൊരു കസ്റ്റമർ പറയാറുണ്ട്, നമുക്ക് ചെയ്യുമ്പോൾ നല്ല വൃത്തി ചെയ്ത് കൊടുക്കാം, പക്ഷേ എങ്കിൽ ഇച്ചിരി റേറ്റ് സെറ്റ് ആവുമെന്ന് പറയും. ഒരു മാക്സിമം 15-16 രൂപയൊക്കെ നമുക്ക് കോർണർ അടിക്കാം. നല്ല രീതിക്ക് സ്പ്രിങ്ങിൽ നല്ല ക്ലോത്തിൽ അടിക്കാൻ പറ്റും. റേറ്റ് കുറയുന്നതും അതിന്റെ ക്വാളിറ്റി മാറ്റം വരും. നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്യാറ്. അവിടെ ആദ്യം ഓൾറെഡി നമ്മൾ പറയും, നമ്മൾ ക്വാളിറ്റി കൂടുന്തോറും അതിന്റെ റേറ്റിൽ മാറ്റം വരും. പിന്നെ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാന്ന് പറയും. അതെ, മെറ്റീരിയൽസ് ആണ് മറ്റേ റേറ്റ് മാറ്റം വരും. മെറ്റീരിയൽ ഇപ്പൊ പോകുമ്പോൾ തന്നെ നമുക്ക് എയും ബിയും ഉണ്ട്. ക്ലോത്തിൽ തന്നെ ഒരു ഐറ്റം 2 തരം 3 തരം ഉണ്ട്. മോൾഫിന് തന്നെ 2-3 ഐറ്റം ഉണ്ട്. അതിൽ മാറ്റം വരും. 60 രൂപ 20 രൂപ ഒക്കെ ഓരോ മീറ്ററിൽ മാറ്റം വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഫസ്റ്റ് അളവെടുക്കും, അവർക്ക് ഡിസൈൻ ക്ലോത്ത് കാണിച്ചു കൊടുത്ത് എന്നിട്ട് നമ്മൾ ക്ലോത്ത് എടുത്ത് നമ്മൾ തന്നെ കൊണ്ട് സ്റ്റിച്ച് കൊടുക്കുക ചെയ്യും. ഇത് മെയിൻ പ്രശ്നമാണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് അവസാനം കൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഈ സോഫ വർക്ക് ആണെങ്കിലും ചില പ്രീമിയം വർക്കുകൾ സോഫ വരാറുണ്ട്. അത് ഞാൻ മാക്സിമം ഒഴിവാക്കും. കാരണം അവർക്ക് 2 ദിവസം കഴിഞ്ഞാൽ കുടിയിരിപ്പായിരിക്കും. നാളെ രാത്രി നമ്മളെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ മാക്സിമം അതൊക്കെ ഒഴിവാക്കും. അപ്പോൾ അവരോട് പറയും, ഒരാഴ്ച മുന്നേ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു കോർണർ വർക്ക് ചെയ്യാൻ മിനിമം 2-3 ദിവസം സമയം എടുക്കും. നോർമൽ കോർണർ വർക്ക് ചെയ്യാം. പ്രീമിയം ലെവലൊക്കെ ആകുമ്പോൾ എങ്ങനെ പോലും ആഴ്ച മേലെടുക്കും. കാരണം ഫിനിഷ് കൊടുക്കണമെങ്കിൽ സമയം എടുക്കും.
അത്യാവശ്യം സമയം നമുക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞിട്ട് എടുക്കാറുള്ളൂ. ഒരു സമയം പറഞ്ഞിട്ടാണ് ഒരു സാധനം റീവർക്ക് ആണെങ്കിലും അല്ലാത്ത എടുക്കാന്നുള്ളൂ. ചിലപ്പോൾ ഒരു റീവർക്ക് എടുത്ത് ഞാൻ 3 ദിവസം ഗ്യാപ്പ് പറയാറുണ്ട്. നമുക്ക് റീവർക്ക് പറഞ്ഞാൽ നമ്മൾ അഴിച്ചെടുക്കണേ. പഴയ സാധനം മൊത്തം അഴിച്ച് മാറ്റി വേണം പുതിയ വർക്ക് ചെയ്യാൻ. ഒരു പുതിയ വർക്ക് ചെയ്യുന്ന പോലെ റീവർക്ക് ചെയ്യേണ്ട അഴിച്ചെടുക്കണം. അതിൽ അകത്തെ പട്ടിക പൊട്ടിപ്പോവും, പ്ലൈവുഡ് പൊട്ടിപ്പോവും. അപ്പൊ അതൊക്കെ നമ്മൾ റേറ്റ് വളരെ എടുത്തോണ്ടിരിക്കുക. നമ്മൾ അർജന്റ് പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പട്ടികയും പ്ലൈവുഡൊക്കെ പൊട്ടിപ്പോവും. പിന്നെ മാറ്റം നിൽക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും പൈസ പോയി കിട്ടും. ഇല്ല, അങ്ങനെ പൈസ ചെയ്യാറില്ല. എന്റെ അടുത്ത് വന്നിട്ട് കുറെ പേര് പറയാറുണ്ട് അപ്പുറത്തെ റേറ്റ് കൂടുതലാണ്, കുറെ അന്വേഷിച്ചു വന്നാണ്, അപ്പൊ അവിടെയും ഇവിടെയൊക്കെ റേറ്റ് കൂടുതലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് വരുന്നത് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ആദ്യം ചോദിച്ചിട്ട് വരും, കുറച്ച് പേരോട് ചോദിച്ചിട്ട് വരും, എന്നിട്ട് ചെയ്താൽ മതി പറയാം. അവർ റേറ്റ് കൂടുതലാണ് പറയുമ്പോൾ. അങ്ങനെ നമ്മുടേത് പോയവര് നമ്മൾ ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് 3 പേരോളം ആൾക്കാരുണ്ട് വർക്ക് ചെയ്യാൻ. ഞാൻ ചെയ്യുന്ന ഹാർഡ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുമ്പോൾ ചെയ്തോണ്ടിരിക്കും. ടൈമില്ല, സമയമില്ല. ഇപ്പൊ അവർക്ക് അർജന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഒന്നും വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർക്കുകളെല്ലാം 2 ദിവസം നൈറ്റ് വർക്കായിരുന്നു. 2 ദിവസം നമ്മള് നൈറ്റ് വർക്ക് കഴിഞ്ഞിട്ട് രാവിലെ 6 മണിക്കാണ് ഷോപ്പിൽ നിന്ന് അടച്ചു പോയിട്ടുണ്ട്. 5 മണിക്ക് ഞാൻ ഇവിടുന്ന് സാധനം കയറ്റി കൊടുത്തിട്ടുണ്ട്. പുലർച്ചെ 5 മണിക്ക് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, സ്ട്രെസ്സില്ലാതെ വർക്ക് ചെയ്യുക. അത് തന്നെയാണ് നമ്മുടെ മെയിൻ. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. വീട്ടിൽ അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, വൈഫുണ്ട്, ബ്രദറുണ്ട്, ഒരു മോളുണ്ട്. നല്ല സപ്പോർട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി വർക്ക് ചെയ്യുന്നു പറഞ്ഞല്ലോ, രാത്രിയൊക്കെ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിൽ പോകാറില്ല. ചില ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വർക്ക് ചെയ്യാറുണ്ട്. അർജന്റ് വർക്ക് നമുക്ക് നിർത്തിയില്ല. നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞാൽ കൊടുത്താൽ പറ്റും. അപ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്യും. അത് തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. സൗഹൃദങ്ങള് ഉണ്ട്, അത്യാവശ്യം സൗഹൃദങ്ങളുണ്ട്, ഓവറായിട്ടില്ല. ഉണ്ടായിരുന്ന ഒരു കാലത്തെ സൗഹൃദം ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ അത് പയ്യെ ഒഴിവാക്കി കൊണ്ടുവന്നു. വീഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനുള്ളൂ, ഒരു വലിയൊരു ഷോപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു ഫർണിച്ചർ ഷോറൂം പോലെ ഒരു ഉണ്ടാക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതിലായിരുന്നു. അത് കൈവിട്ട് പോയത്. അത് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. വുഡ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ ആവശ്യം ചെയ്തു. തേക്കിൽ ചെയ്യാം, മഹാഗണി ഉണ്ട്, അക്കേഷ്യ, അങ്ങനെ അവര് കസ്റ്റമർ എന്ത് ചെയ്യുന്നു അത് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കും. റേറ്റ് മാറ്റം വരുന്നു അറിയാം. അക്കേഷ്യ ആണെങ്കിലും മഹാഗണി അപേക്ഷിച്ച് തേക്ക് റേറ്റ് കൂടുതലായിരിക്കും, മഹാഗണി കുറച്ച് കുറവായിരിക്കും, അക്കേഷ്യ ഇടത്തരം നിൽക്കും ഗ്യാപ്പിൽ. അത് ഓരോരുത്തരുടെ കയ്യിലെ പൈസ അങ്ങനത്തെ ലെവലിനോട് ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മൾ ഓവർ റേറ്റ് പറഞ്ഞൊന്നും വർക്ക് ചെയ്യാറില്ല. ക്ലോത്ത് ഒരുപാട് വെറൈറ്റി മുകളിലുണ്ട്. അത് ചിലത് വാഷബിളാണ്, ചിലത് വാഷബിളല്ല, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കറക്റ്റ് നമ്മള് നല്ല കുഴപ്പമില്ലാത്ത മെറ്റീരിയലൊക്കെയാണ് നമ്മൾ വാറന്റി കൊടുക്കാറുണ്ട്. നല്ല മെറ്റീരിയലൊക്കെയാണ്. അല്ലാതെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. ഇതിന് വാറന്റി ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, റേറ്റ് കൂടുന്തോറും നമുക്ക് നല്ല ക്വാളിറ്റി ആയിരിക്കും, ഞാൻ കുറഞ്ഞു വരും. പിന്നെ നമ്മൾ മാറ്റുകൾ ചെയ്യുന്നുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്ലോറിൽ നിലത്ത് ഒട്ടിക്കുമല്ലോ, ടൈലിന് പകരം നമ്മൾ ഒരു ഇത് ഒട്ടിക്കുമല്ലോ, അങ്ങനത്തെ പരിപാടി ചെയ്യുന്നുണ്ട്. അത് സ്ക്വയർ ഫീറ്റ് കണക്കിന് ചെയ്യുന്നുണ്ട്. നല്ല നമ്മള് സർവീസ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇല്ല, പിന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് അങ്ങനത്തെ പേജെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസ് കാര്യങ്ങളും ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വർക്കുകളൊക്കെ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. അത് എൻക്വയറി വരുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനത്തെ സോഫ അടിച്ചും ആൾക്കാർ എൻക്വയറി അല്ലാതെ കൂടുതൽ വരുന്നുണ്ട്. ഈ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ റോഡ് സൈഡ് ആയതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ വർക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ആൾക്കാർ എൻക്വയറി വരുന്നുണ്ട് ഈ വർക്ക് കാണുമ്പോൾ. കാരണം വീട്ടിൽ ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, വീട്ടിലോട്ടേക്ക് നമ്മുടെ ഇതിലോട്ട് എത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് വീട്ടിൽ പോയി ഞാൻ ചോദിച്ചിട്ട് നമ്മളായിട്ട് കൊടുത്തോണ്ട് സാധനം പോയിട്ട് കൊണ്ടുവരാൻ റെഡി തിരിച്ചാൽ കൊണ്ടുപോകും. അപ്പൊ അവര് ചിലപ്പോൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിട്ട് അവര് വിളിക്കാതിരിക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ വിളിച്ചാൽ നമ്മളെ ഡയറക്റ്റ് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. മാക്സിമം അവന് അറിയണം, വർക്ക് അറിയണം, പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുക, സ്വന്തമായിട്ട് വർക്ക് അറിയണം, അതാണ് നടക്കുക. അത് തന്നെയാണ് അതിന്റെ വിജയം തോന്നുന്നത്. പണിക്കാരെ ഏൽപ്പിക്കാൻ നിൽക്കരുത്. നമുക്ക് വർക്ക് അറിയാം, നമുക്ക് വർക്ക് അറിയണം മെയിനായിട്ട്. അല്ലെങ്കിൽ പിന്നീട് പല ഫോൾട്ടും വരും. നമുക്ക് വർക്ക് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചില ഫോൾട്ട് വന്നിരിക്കും. നമ്മുടെ ഒറ്റപ്പാലത്തിന് ഭാഗത്ത് നിന്ന് വരുമ്പോൾ ചെനക്കുത്തർക്ക് അത്രയും മുന്നേ അയ്യപ്പൻകാവിന്റെ അടുത്തായിട്ട് ഇമ്പീരിയൽ ഫർണിച്ചർ എന്ന് പറയും.